സഹോദരന്മാരെ. പക്ഷേ കൽബിനകത്ത് വഹാബി വിശ്വാസം അല്പമുണ്ടോ? കിട്ടൂല. ഒരിക്കലും ഒരു സ്വപ്നം പോലും നിനക്ക് കിട്ടുകയില്ല. വലിച്ചെറി അങ്ങനെയുള്ള വിശ്വാസങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങൾ കൈകൊണ്ട് തൊടലന്നെ ഒഴിവാക്കും റസൂലുള്ളാഹിനെ ആദരിച്ചിട്ട്. എന്നാൽ മുത്തുനബിയോട് ബന്ധപ്പെടാൻ കഴിയും. അത്തരം പ്രസംഗങ്ങൾ കേൾക്കരുത്, അത്തരം സീഡുകൾ വാങ്ങരുത്. ഫ്രീ ആയി നിങ്ങളുടെ വീടുകളിൽ അത്രയും ആളുകൾ കൊണ്ടുവരുന്ന സീഡികൾ നിങ്ങൾ വാങ്ങരുത്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങരുത്. അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക എന്നുള്ളവർക്ക് പോലും കേൾക്കരുത്. അത് നിങ്ങളുടെ ഈമാൻ കവർന്നു കൊണ്ടുപോകും. മുത്തുനബിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുന്നു, ഇത്തൽ മുള്ളന്റെ രക്തവും കൂരന്റെ കയ്പ് കൊടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് നിന്റെ കണ്ണിൽ നീ കണ്ണിൽ തേക്കുക. ഞാനത് ചെയ്തു. ബഹുമാനപ്പെട്ട ഇസ്കന്ദരി പറയുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നു. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ പെണ്ണ് വരുന്നു, നബിയേ എന്റെ കുഞ്ഞൻ ഭ്രാന്തനാണ്, എന്റെ കുഞ്ഞിന് ഭ്രാന്ത് വെച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതാ ആ കുട്ടിയുടെ തല തടകുന്നു. ആ കുട്ടിയുടെ തല തടകുന്ന ടൈമിൽ അപ്പോഴതാ ആ കുട്ടി അങ്ങ് ഛർദിക്കുന്നു. ഒരു ആട്ടിന്റെ കുട്ടിയെ പോലെ, ഒരു നായന്റെ കുട്ടിയെ പോലത്തെ ഒരു സാധനത്തിന് ആ കുട്ടി അങ്ങ് ഛർദിക്കുന്നു. അതോടുകൂടെ ആ കുട്ടിയുടെ ഭ്രാന്തങ്ങ് മാറുന്നു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്കെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഭ്രാന്തുള്ള കുട്ടിയെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ കൈ കൊണ്ടൊന്ന് തടകുമ്പോഴേക്കും കുട്ടി ഛർദിച്ച്, ആ ഛർദിച്ചതിൽ ചെറിയ ഒരു ആട്ടിൻകുട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു നായക്കുട്ടിയെ പോലെയുള്ള ഒരു സാധനമുണ്ട്. അതോടുകൂടെ കുട്ടിയുടെ ബുദ്ധി തിരിച്ചു വരുന്നു. ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹിന്റെ ഒരു പെണ്ണ് വരുന്നു, നബിയോട് പറയുന്നു, നബിയേ ഇന്ന വലദി ഹാദാ ലം യതകല്ലം, എന്റെ മകൻ മിണ്ടിയിട്ടില്ല. മുൻദു ഉലിദ, ഓൻ ജനിച്ച ശേഷം മിണ്ടിയിട്ടില്ല, അവൻ ഇതുവരെ മിണ്ടിയിട്ടില്ല, പ്രായം കുറയായി. റസൂലുള്ളാഹി പറയുന്നു, ഉദിനീ, എന്നിലേക്ക് അടുത്തേക്ക് ആ കുട്ടിയെ തരണം, എന്റെ അരികിലേക്ക് കൊണ്ടുവരണം. ഫഅദിനതുഹു, അടുത്തേക്ക് അങ്ങ് കൊടുക്കുന്നു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊടുക്കുന്നു. റസൂലുള്ളാഹി ഞങ്ങൾ ചോദിക്കുന്നു ഈ കുട്ടിയോട് ചെവിയിൽ, മൻ അനാ, മിണ്ടാത്ത എന്നോ ജനിച്ച കുട്ടി, അതാ 5-10 വയസ്സായ കുട്ടിയോട് ചോദിക്കുന്നു, മൻ അന, ഇതുവരെ ആ കുട്ടി മിണ്ടിയിട്ടില്ല. മാ തകല്ലമ മിൻ, ഹദീസിൽ കാണാം, മാ ലം യതകല്ലം മുൻദു ഉലിദ, ജനിച്ച മുതൽക്ക് സംസാരിക്കാത്ത കുഞ്ഞൻ. അതിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു, മൻ അൻത, മൻ അന, ഞാൻ ആരാകുന്നു? ഉടനെ തന്നെ ആ കുട്ടി പറയുന്നു, അന്ത റസൂലുള്ളാഹ്. അതോടുകൂടെ ആ കുട്ടിയുടെ സംസാരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പിന്നെ അങ്ങ് സംസാരിക്കുന്നു. നോക്കി നിങ്ങൾ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നു. അതാ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, നബിയേ ഇന്ന ബിനി ഹാദാ ഖദ് മദാ അലൈഹി കദാ വകദാ സന, കുറേ പ്രായമായി നബിയേ, ഈ കുട്ടി ഇപ്പോഴും ഇങ്ങനെയാണ്, വളരുന്നില്ല, കൈയും കാലും തളർന്നിങ്ങനെ കിടക്കുക. ചെറിയൊരു കുട്ടി. ആ കുട്ടിക്ക് 10-18 വയസ്സായിരിക്കുന്നു. ചെറിയ കുഞ്ഞൻ, വലുതായിട്ടുമില്ല, ഒന്നുമില്ല. എത്രയോ കാലമായി ജനിച്ചിട്ട് ഈ തളർന്നു കിടക്കുന്ന കുട്ടി ഒന്ന് മരിച്ചു കിട്ടാൻ നബിയെ തങ്ങൾ ദുആ ചെയ്യണം നബിയേ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആ ടൈമിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നില്ല, ഞാൻ അങ്ങനെ ദുആർക്കൂല. ഇന്നി അദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് ദുആരക്കുന്നു. എന്തിന്? അൻ അവനക്ക് ശിഫ കിട്ടാൻ, അവനൊരു യുവാവാകാൻ, അങ്ങനെ അവൻ നന്നാകാൻ, അവൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, അങ്ങനെ കൊല ചെയ്യപ്പെടാൻ, അങ്ങനെ അവൻ സ്വർഗത്തിൽ കടക്കാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ. നോക്കുന്നു, കുട്ടി രോഗം മാറണം, യുവാവാകണം, എന്നിട്ട് കുട്ടി നന്നാവണം, കുട്ടി യുദ്ധത്തിൽ പങ്കെടുക്കണം, ഷഹീദാകണം, സ്വർഗത്തിൽ കടക്കണം. എന്തുണ്ടായി? ഈ കുട്ടിയുടെ രോഗം അതോടുകൂടെ മാറി. കുട്ടി എഴുന്നേറ്റു, കുട്ടി ആരോഗ്യവാനായി. ആ ചെറുപ്പക്കാരൻ നല്ലൊരു കുട്ടിയാണ്. അതിന്റെ യുവത്വകാലത്ത് ഹദീസിൽ കാണാം, ഒരു യുദ്ധത്തിലേക്ക് നിർബന്ധിതനായി ഞാൻ പോകുമെന്ന് നിർബന്ധിച്ച് ആ കുട്ടി പോവുകയും ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. മുത്തുനബിയുടെ അവസ്ഥ നോക്കി നിങ്ങൾ. എത്ര പറയാനുണ്ട്. ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അബുൽ ഫളിൽ മുഹമ്മദ് തങ്ങൾ പറയുന്നു,
എന്റെ ഉപ്പ എന്റെ കയ്യിൽ നിന്ന് എന്നും കാശ് വാങ്ങും. ഉപ്പാക്കൊരു ജോലിയില്ല. ചിലപ്പോ ഒരാഴ്ച ആവുമ്പോ 100 ദിർഹമൊക്കെ ആവും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിർഹം തന്നെ എത്ര പൈസ? 100 വെള്ളിയൊക്കെ ആവും ചിലപ്പോ ചില ആഴ്ചകൾ എന്റെ ഒന്ന് വാങ്ങിയിട്ട് ഞാൻ കൊടുക്കും ചെയ്യും. എന്നിട്ട് ശനിയാഴ്ച എന്റെ ഉപ്പ എനിക്ക് തരും ചെയ്യും. ഞാൻ ചോദിച്ച ഒരു പ്രാവശ്യം, ഉപ്പ നിങ്ങൾക്കൊരു ജോലിയില്ലാതെ ഒരാൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് കാണുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് ശനിയാഴ്ച എനിക്ക് ഈ പൈസ തരുന്നത്? ഇത് പറഞ്ഞപ്പോ എന്റെ ഉപ്പ അങ്ങ് വിങ്ങിപ്പൊട്ടി. മോനെ, എന്റെ രഹസ്യം നീ അറിയുമോ? ഞാൻ ഓരോ ആഴ്ചകളിലും ചെയ്യുന്നത്, ഞാൻ എത്രയോ ഖുർആൻ ഖത്മ തീർക്കാറുണ്ട് ഒരാഴ്ചയിൽ. ഒരു വെള്ളിയാഴ്ചയാവുമ്പോ ഫാത്തിമ ഖത്മാക്കി ഞാൻ ഓതിയ ഖത്മുകൾ മുഴുവനും ഞാൻ ഒരുമിച്ച് കൂട്ടി അത് ഞാൻ നബി തങ്ങൾക്ക് അങ്ങ് ഹദിയ ചെയ്യും. എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ്, എന്റെ കടം വീട്ടി തരണം നബിയേ. ശനിയാഴ്ചന് മുമ്പ് എന്റെ കയ്യിലേക്ക് മുത്തുനബി തങ്ങൾ ഞാൻ ഓർക്കാത്ത ഭാഗത്തിലൂടെ എനിക്ക് ശനിയാഴ്ചന് മുമ്പ് കാശി നബി തങ്ങളാണ് എത്തിച്ചു തരുന്നത്. സഹോദര, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ പറ്റിയ വ്യക്തി നമ്മുടെ വീടകത്തുനിന്ന് പകരയുടെ വീടിലെ റൂമിൽ നിന്ന് നമ്മൾ റസൂലുള്ളാഹിനെ കൊണ്ട് നമ്മുടെ കടം പറയൂ, നമ്മുടെ പ്രയാസങ്ങൾ പറയൂ. ഉമ്മമാരെ, റസൂലുള്ളാഹിനോട് ബന്ധപ്പെടൂ. ആ നബിതങ്ങളെ അതിലേറ്റ് സ്നേഹിക്കൂ. ആ നബിന്റെ ആധാറുകളെ സ്നേഹിച്ചു. നബി ഉസ്താദിന്റെ അരികിൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ആ മുബാറക്കായ മുടിയിട്ട വെള്ളം അത് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ലേ? ആ വെള്ളം നിങ്ങൾ ഉപയോഗിക്കൂ, അതിനെ ആദരിക്കൂ. അതിനെ നിഷേധിക്കുന്നവർക്ക് നിങ്ങൾ ഒരു തുള്ളി പോലും കൊടുത്തു പോകരുത്. അത് റസൂലുള്ള പൊരുത്തപ്പെടൂല. അതിനെ താഴ്ത്തുന്നവരെ കയ്യിൽ കൊടുക്കരുത്. അതിനെ മോശമാക്കുന്നവരോട് അതിനെ പറ്റി പറയരുത്. നിങ്ങൾക്കതിനെ പറ്റി പറയാൻ കിട്ടൂല. അതിനെ ആദരിക്കണം. നിങ്ങളുടെ വിഷമങ്ങൾക്ക് അത് പരിഹാരമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കൂ. വിഷമങ്ങൾ നബി തങ്ങളോട് പറയൂ. ഈജിപ്തുകാരനായ ഒരു സഹോദരൻ എന്റെ ഉസ്താദിൽ നിന്ന് ഖുർആൻ ഓതി പഠിച്ചു. ഖുർആൻ പല ശൈലിയും. അതിൽ നിന്ന് 10 രൂപത്തിൽ ഓതാൻ പഠിച്ചു. അതൊക്കെ നമുക്ക് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വ്യക്തമായി അറിയുകയില്ല. പല രൂപത്തിലും ഓത്തും. ഖുർആൻ പല ശൈലിയിലും ഓത്തും. ആ ശൈലികൾ എത്രയോ അയിമത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 7 ശൈലികൾ ലോക പ്രസിദ്ധമാണ്. അതിന് മുത്തവാത്തിർ എന്ന് പറയും. അതൊന്നും നമുക്ക് പഠിച്ചിട്ടാൻ കഴിയില്ല. ഇപ്പൊ ഫാത്തിഹയിൽ തന്നെ മാലിക്കി എന്ന സ്ഥാനത്ത് മലിക്കി എന്നൊരു ഓത്ത്. രണ്ടും ജിബ്രീൽ ഓതി കൊടുത്തത്. ഇനി ഓത്തുകൾ അവിടെ കുറേയുണ്ട്. അൽഹംദുലില്ലാഹി 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 റബ്ബി റബ്ബൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ മാലികു യൗമിദ്ദീൻ മാലികൻ യൗമിദ്ദീൻ മാലികൻ യൗമിദ്ദീൻ മാലിക യൗമിദ്ദീൻ മലാകി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ മലീകി യൗമിദ്ദീൻ മലക യൗമിദ്ദീൻ. കുറേ ശൈലികൾ അവിടെയുണ്ട്. 16ഓളം ശൈലി അവിടെയുണ്ട്. മുർത്തദ സബീദി തന്റെ താജുൽ അറൂസിൽ പറഞ്ഞു കാണാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം സിറാത്ത മൻ അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ വലദ്ദാല്ലീൻ. പല ശൈലികളുണ്ട്. അതൊന്നും ഓതാൻ പാടില്ല കേട്ടോ. എന്നാൽ ഖുർആൻ എന്ന നിലയ്ക്ക് ഓതാൻ പാടില്ല. നമ്മൾ ഉസ്താദ് ഓതുമ്പോ പഠിപ്പിക്കാൻ വേണ്ടിയോ രൂപങ്ങൾ അറിയാൻ വേണ്ടിയോ പറയാൻ പാടില്ല എന്നല്ല അയിമത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ 10 രൂപത്തിൽ ഓത്ത് പഠിച്ചിട്ട് ഉസ്താദിനോട് ഉസ്താദുമാരൊക്കെ ഓതി കഴിഞ്ഞ ശേഷം ഉസ്താദ് ഏതൊരു കിതാബ് ഓതിയാലും ഞങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഉസ്താദുമാരൊക്കെ അതിന് ഇജാസത്ത് വാങ്ങണം, എനിക്കതിന് ഇജാസത്ത് തരണം, അതതിന് ബർക്കത്താണ്. അതില്ലെങ്കിൽ ബർക്കത്ത് കുറയും. അതിനെ പറ്റി മാത്രം പറയണം. എ പി ഉസ്താദിന് അത്ര ഇജാസത്തുള്ള ആള് കുഞ്ഞാവിന്റെ അകത്തുണ്ടാവും എനിക്കറിയാം. ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മലബാറിൽ ഏതായാലും ഉണ്ടാവില്ല. അത്രയും കിതാബുകളുടെ റിപ്പോർട്ട് സുബ്ഹാനല്ലാഹ് മനുഷ്യൻ അല്ലാഹു കൊടുത്തത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്തേ ബഹുമാനപ്പെട്ട സൈനാബി നിങ്ങൾ പറഞ്ഞില്ലേ 150-ലേറെ സയ്യിദന്മാർ ദിക്ർ ഹൽഖക്ക് അല്ലെങ്കിൽ സമ്മേളനത്തിന് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ഉസ്താദ് വിളിച്ചിട്ട് വന്നതാണല്ലോ. നോക്കി ഉസ്താദിന്റെ ഒരു ബഹുമാനം ശൈലി സുബ്ഹാനല്ലാഹ് മുത്തുനബിയോടുമുള്ള ബന്ധം
അല്ലാഹു തആല ആ തണല് നമുക്ക് നീണ്ടകാലം നൽകുമാറാകട്ടെ. സ്നേഹിക്കൂ ഉമ്മമാരെ, ഉസ്താദിന്റെ ആഫിയത്തിന് ദ്വാരണോ അത് നമുക്ക് തണലാ, യതീമക്കൾക്ക് തണലാ, പാവങ്ങൾക്ക് തണലാ, ദീനിന് തണലാണ്. ആ നാവ്, അതിന്റെ ഒരു മിനിറ്റ് നമ്മുടെ ഒരു മണിക്കൂറോ ഒരു ദിവസമോ അല്ല അതിന്റെ വില. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത് ഉസ്താദാ, ഉദ്ഘാടനം ചെയ്ത ഉസ്താദാണ്. ഇനിയും നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല ഉസ്താദിനെ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വളരെ ആഗ്രഹിക്കാറുണ്ട്, എന്ത് ചെയ്യും പറയുമ്പോ പ്രയാസമല്ലേ, നമ്മളെ തിരക്ക് നമുക്കറിയാം. ഉസ്താദിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? അപ്പൊ ഉസ്താദിനോട് ഇജാസത്ത് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, മോനെ ഞാൻ ഇജാസത്ത് കൊടുക്കൂല, കാശ് തന്നാലേ ഇജാസത്ത് കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ അള്ളാഹിനോട് ഒരു കരാറുണ്ട്. അങ്ങനെ ചെയ്തൊരു കരാർ ചെയ്ത് വെച്ച കുടുങ്ങിയില്ലേ, പടച്ചോനെ ഞാൻ പൈസ തന്നാലേ ഞാൻ കൊടുക്കുള്ളൂ അള്ളാഹുവേ എന്ന് പടച്ചോനെ ഒരു കരാറുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരൂലേ. ഈ കുട്ടി ബേജാറായിട്ട് ഫക്കീറാണെന്നാണ് കിതാബിലുള്ളത്. ഫക്കീറാണ്, ഇതിന് കാശില്ല, അതും 10 ദീനാറ് വേണം. 10 ദീനാറ്, 20 ദീനാറുണ്ടെങ്കിൽ 10.5 പവനാ. അപ്പൊ 5.5 പവനോളുണ്ടാവും, 5.25 പവനോളുണ്ടാവില്ലേ. നോക്കുങ്ങള് അത് എവിടുന്ന് കിട്ടാനാ? 10 ദീനാറ് ഫക്കീറായ മനുഷ്യനുണ്ടെങ്കിൽ ആ കുട്ടി ഓതാൻ വരുമെന്നാവും. അല്ലാഹു അഅലം. വിഷമിച്ച് ആകെ പ്രയാസപ്പെട്ട ആ കുട്ടി അവസാനം ആളുകളൊക്കെ കൂടി അതിന്റെ ചെലവടിക്കാരുമായി ആളുകൾ കൂടി സംഘടിപ്പിച്ച് 5 ദീനാർ ഒപ്പിച്ചോളൂ. ഇതേ ഉസ്താദിന്റെ അടുത്ത് തരൂല, ഞാൻ അള്ളാഹിനോട് കരാറ് 10 ദീനാറാണ്. എന്താ ഉസ്താദ് ചെയ്ത്? അല്ലാഹു അഅലം. ഈ ചെറുപ്പക്കാരൻ ഈ കാശ് വെച്ച് ഹജ്ജിന് പുറപ്പെടുന്നു. ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് താൻ പഠിച്ച എല്ലാ ശൈലിയിലും അങ്ങ് റസൂലുള്ളാഹിക്ക് 7 രൂപത്തിൽ ഓതി അങ്ങ് റസൂലുള്ളാഹിക്ക് കേൾപ്പിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഖബറരികിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ ഹാദിഹി ഖിറാഅത്തി അലാ ഫുലാൻ ബിൻ ഫുലാൻ, ഇത് ഞാൻ ഇന്നാലിന്റെ ഉസ്താദിന്റെ ഒക്കെ ഓതിയ ഓത്താണ് നബി. നബിന്റെ ഖബറിൽ ചെന്നിട്ട് ഇങ്ങനെയാണ് ഇമാമിങ്ങൾ പറയുന്നത്, നേരിട്ട് ഇങ്ങനെ ഭരണമായിരുന്നു.